4 മണിക്ക് വന്നോ മാഡം, പണം റെഡിയായിരിക്കും. മാഡം, ഇത് സൂക്ഷിച്ചു വെച്ചോളൂ മാഡം. ശരി. ഓക്കെ മാഡം. മീന ചേച്ചി, ആ കാശ് കിട്ടിയില്ലേ? എവിടെ തന്നേക്ക്? ഒരു ചെറിയ പ്രശ്നമുണ്ട് ചേച്ചി. എന്താടി? 10 ലക്ഷത്തിന് മുകളിലുള്ള തുകയായതുകൊണ്ട് പണം വൈകുന്നേരമേ കിട്ടൂ. അതെന്താ അങ്ങനെ? എന്തോ അങ്ങനെയാണത്ര. ഇതാ റെസിപ്റ്റൊക്കെ തന്നിട്ടുണ്ട്. എന്നാലും അതൊരു മോശം ഇടപാടാണല്ലോ. സാധാരണ എത്ര വലിയ തുകയാണെങ്കിലും അപ്പൊ തന്നെ തരേണ്ടതാ. നീ എന്തിനാ അത് സമ്മതിച്ചേ? അല്ല ചേച്ചി, ഇതിൽ സംശയിക്കാനൊന്നുമില്ല. അവര് പറ്റിക്കൊന്നുമില്ല. ചില സ്ഥാപനങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നീ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നേരെ വീട്ടിൽ പോവാ. എന്നിട്ട് വൈകുന്നേരം ഒരു കാരണം പറഞ്ഞിറങ്ങാം. ട്യൂഷൻ ഉണ്ടെന്നോ മറ്റോ. എന്നിട്ട് ഫിനാൻസ് കമ്പനിയിൽ ചെന്ന് പണം വാങ്ങി ചേച്ചിയെ കൊണ്ട് ഏൽപ്പിക്കാം. പ്ലാൻ പഴയതുപോലെ തന്നെ, സമയത്തിന്റെ ചെറിയൊരു മാറ്റം വന്നതേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. പക്ഷേ അതിനു മുൻപ് ചേച്ചി ഒരു സഹായം ചെയ്യണം. അതെന്താ? ചേച്ചി ആര്യനെ ഇപ്പൊ ഒന്ന് വിളിക്കണം. എന്നിട്ട് കാര്യം പറയണം. വൈകുന്നേരം PF പൈസയുമായിട്ട് വരുമെന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആര്യന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് വേണോ മിത്രേ? ഇത്രയും വലിയൊരു കള്ളം അവനെ വിളിച്ചു പറയുന്നത് എങ്ങനെയാ? ഇതിൽ കള്ളമൊന്നുമില്ല ചേച്ചി. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ. നന്മ കൂടിയാലും ബുദ്ധിമുട്ടാ അല്ലേ ചേച്ചി? എന്തായാലും നിനക്ക് വേണ്ടിയല്ലേ, അതും കൂടി ചെയ്തേക്കാം. ചേച്ചി ലൗഡ് സ്പീക്കറിലിടണേ. ആര്യന്റെ സൗണ്ട് ഞാനൊന്ന് കേക്കട്ടെ. ഈയടാ. എഴുതി. ആര്യ, നീ എവിടെയാ? ഒരു ബാങ്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാ. നീ ബാങ്കിൽ പോയോ? നമ്മുടെ ട്രാവൽ ഏജൻസിക്ക് ലോൺ കിട്ടുമെന്ന് നോക്കാനായിട്ട്. എന്നിട്ട് എന്തായി? എവിടെ? നമുക്കാരാ എടുത്ത് ലോൺ എളുപ്പം തരുന്നത്? ജാമ്യം വേണ്ടേ? ജാമ്യം. ഈ ലോൺ മേളയെന്നുള്ള ബാങ്കുകളുടെ പരസ്യം കണ്ടാ തോന്നും ഒരു ചാക്കും കൊണ്ടുപോയി കാശ് കുത്തി നിറച്ച് കൊണ്ടുപോരാന്ന്. കാറിനും ബൈക്കിനൊക്കെ ലോൺ കിട്ടും. അത് അവർക്ക് തിരിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ. ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കാൻ പോകുമ്പോഴാ ജീവിതം കോഞ്ഞാട്ടാവുന്ന. അതെ അതെ. അല്ല ആര്യ, നീ കമ്പനി തുടങ്ങാൻ കെട്ടിടം നോക്കിക്കോ. നാളെ തന്നെ അഡ്വാൻസ് കൊടുക്കാം. എടുത്തി ഏടത്തിനും കൂടി എന്നെ ട്രോളാതെ. ലോൺ കിട്ടാത്തത് പിന്നെയും സഹിക്കാം. ചില പരിഹാസങ്ങളാ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്. ഞാൻ ഈ അനിയനെ പരിഹസിക്കോ? ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. നിനക്ക് ഉടനെ തന്നെ സ്ഥാപനം തുടങ്ങാം. മനസ്സിലായില്ല. ആദ്യം ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. അന്ന് നിനക്ക് വേണ്ടി ഞാൻ PF ലോൺ എടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ. അന്നത്തെ പ്രശ്നങ്ങളിൽ പെട്ട് അത് പിന്നെയും വിട്ടു. നീ പറഞ്ഞല്ലോ ഇനി PF ലോൺ എടുക്കണ്ടെന്ന്. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി PF ലോൺ എഴുതി കൊടുത്തു. നിന്റെ വാക്കിനെ നിഷേധിച്ചതല്ല. നീ എന്റെ അനിയനും ഞാൻ നിന്റെ ചേച്ചിയാണെന്നുള്ള ബന്ധം വച്ചിട്ടാ. ആ ലോൺ തുക പാസ്സായി. വൈകുന്നേരം കയ്യിൽ കിട്ടും. ഞാനത് കൊണ്ടുതരും. ഒരു ചേച്ചി തരുന്നത് വേണ്ടാന്നാണെങ്കിൽ
നീ തിരിച്ചു വന്നേരെ. ഛെ, എടുത്തി നീ ഫീൽ ചെയ്യണ്ട. ഇത് നിനക്ക് അർഹതപ്പെട്ട പണമാണെന്ന് തന്നെ വിചാരിച്ചാ മതി. എടുത്തി ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് വേണ്ടി എടുത്തി ഇത്രയും സ്നേഹം കാണിക്കുമ്പോഴേ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാൻ നിറഞ്ഞ മനസ്സോടെ തന്നെ എടുത്തി തരുന്ന ഈ പണം വാങ്ങും. പിന്നെ സത്യത്തിൽ ഇന്നൊരു സംഭവം നടന്നേ. ട്രാവൽസ് തുടങ്ങാൻ മറ്റൊരു വഴിക്ക് ഇന്നൊരു അവസരം വന്നു. പക്ഷേ മിത്രയോട് ഞാനത് സമ്മതിച്ചില്ല. എല്ലാം മിത്ര പറയും. അപ്പൊ എടുത്തി താങ്ക്സ്. ഞാനേ ഈ സന്തോഷം അമ്മയെ വിളിച്ചൊന്ന് അറിയിക്കട്ടെ. ശരി, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഹായ് ചേച്ചി. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. ഇതുകൊണ്ടൊക്കെ പോട്ടെ. അപ്പോ നാളെ രാവിലെ കൃത്യം 10-ന് 3 ലക്ഷം രൂപയായിട്ട് ഞാനും വൈഫും അവിടെ എത്തിക്കൊള്ളാം. പിന്നെ എഗ്രിമെന്റ് പേപ്പർ ഓണർ കൊണ്ടുവരില്ലല്ലേ? ശരി. ഫർണിഷ് ചെയ്യാൻ എന്റെ കയ്യിൽ ആളുണ്ട്. ഓക്കെ ശരി. അപ്പൊ നാളെ 10 മണി. മോളെ അമ്മേ, നാളെ രാവിലെ 10 മണിക്ക് ബിൽഡിങ്ങിന് അഡ്വാൻസ് കൊടുക്കും. 400 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. പക്ഷേ നല്ല സ്പോട്ടാ, പെട്ടെന്ന് ശ്രദ്ധ കിട്ടും. പിന്നെ റെന്റ് ഇത്തിരി കൂടുതലാ, എന്നാലും സാരമില്ല. ഈ ഒരു ഏരിയയില് അത് ലാഭമാ. മിത്രേ, ഫർണിഷിങ്ങിന്റെ കാര്യത്തില് പരിചയത്തിന് ആളുണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പോ അവരോടും നാളെ രാവിലെ തന്നെ വരാൻ പറ. കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കിയാ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉദ്ഘാടനം നടത്താം. മിത്രേ, ഫർണിഷിങ്ങിന്റെ കാര്യത്തില് പരിചയത്തിന് ആളുണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പോ അവരോടും നാളെ രാവിലെ തന്നെ വരാൻ പറ. കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കിയാ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉദ്ഘാടനം നടത്താം. ഫർണിഷിങ്ങിന്റെ പുള്ളിയും നാളെ വരുത്താം നമുക്ക്. നിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങള് ബാക്കിയില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സത്യം പറഞ്ഞാമേ, മീനാക്ഷി എടുത്തി വിളിച്ച് PF-ന്റെ ലോൺ റെഡിയായി 10 ലക്ഷം വൈകുന്നേരം കൊണ്ട് തരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം എനിക്കൊന്നും പിടികിട്ടില്ല. പിന്നെ അതെനിക്ക് വേണ്ടെന്ന് പറയാനാ തോന്നിയേ. പക്ഷേ ഇടത്തിയുടെ ആത്മാർത്ഥതയില് എനിക്ക് വാക്കുകളൊന്നും പുറത്തു വന്നില്ല. ആ സ്നേഹത്തിന്റെ മുമ്പില് അറിയാതെ എന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. പാവം, ഇങ്ങനൊരാളെ ഈ കുടുംബത്തിന് കിട്ടിയത് നമ്മുടെ ഭാഗ്യ. സത്യ, ആകാശിന്റെ ഭാര്യയായിട്ട് മീനു ഇവിടെ വന്ന ദിവസം തന്നെ എനിക്കത് മനസ്സിലായതാ. ഇങ്ങനെയൊക്കെ സഹായിക്കാനേ വലിയ മനസ്സ് വേണം. അല്ല, ഒരാളുടെ മാത്രമല്ല വലിയ മനസ്സ്. ദേരിക്കുന്നു വലിയ മനസ്സുള്ള മറ്റൊരാള്. ഓ പിന്നെ. അപ്പച്ചി, ആര്യ, ട്യൂഷൻ ക്ലാസ്സിന് സമയമായി. അല്ല, ഇത് ഞാൻ ഇറങ്ങാം. ആര്യ, അപ്പൊ ഇന്ന് രാത്രി ആര്യന്റെ ട്രീറ്റ് അല്ലേ? പിന്നെ അല്ലാതെ. എടോ, അച്ഛനോടും ആകാശേട്ടനോടും എല്ലാവരോടും നേരത്തെ എത്താൻ പറയാം. എടാ, നീ മിത്രയെ കൊണ്ട് ക്ലാസ്സിലാക്ക്. എന്നിട്ട് മീനുവിനും കൂട്ടി വാ. 10 ലക്ഷം രൂപയല്ലേ, ഒരു കരുതല് വേണ്ടേ? അമ്മ പറഞ്ഞ നേരാ, ഞാനും വരാം. വേണ്ട, ഞാൻ പൊക്കോളാം. നന്ദിതേട്ടത്തി, രാജശ്രീ, അമ്മേ, എല്ലാരും വാ. എന്താ എന്താ അച്യുതാ? എന്താ അച്യുതാ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ? അത് സംഭവിച്ചു. ദൈവമായിട്ടാ ഇന്നാ ഫൈനാൻസിൽ പോവാൻ തോന്നിച്ചത്. ഏട്ടൻ കാര്യം പറ, എന്താ സംഭവം?
എടുത്തി ഇത് അയ്യോ സ്വർണം. ഈ സ്വർണമൊക്കെ എവിടുന്നാ അച്യുതാ? എവിടുന്നാന്നുള്ളതൊക്കെ അവിടെ നിക്കട്ടെ. ഏട്ടത്തിക്ക് ഇതെവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായി തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? അയ്യോ, മിത്രയ്ക്ക് വേണ്ടി തീർത്ത മുല്ലമുട്ടുമാല. അതെ, അത് തന്നെയാ, തീർച്ച. എടുത്തി ഇത് അവക്ക് വേണ്ടി ഞാനും ഏട്ടത്തെയും കൂടി ചെന്ന് വാങ്ങിച്ച മാല അച്ചുവേട്ടാ. നാഗപടത്താലി. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയത് അവൾക്കായിട്ട്. ഓ, ഒക്കെ കൂടെ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു. ഇതൊക്കെ ഏതോ കള്ളം മോഷ്ടിച്ചോണ്ട് പോയതല്ലേ? എങ്ങനെയാ ഇത് തിരികെ കിട്ടിയത് അച്യുതാ? ഏതോ കള്ളനാണെന്ന് ആരാ പറഞ്ഞ ഏട്ടത്തി? കള്ളനെ തൊട്ടടുത്ത കപ്പലിൽ തന്നെ ഉണ്ട്, ദാ ദേവമംഗലത്ത്. ദൈവമംഗലത്തോ? എന്തൊക്കെയാടാ നീ പറയുന്നേ? ഈ പണ്ടം മോഷ്ടിച്ചതേ പുറത്തുനിന്ന് വന്ന കള്ളനോ കൊള്ളക്കാരനോ ഒന്നും അല്ല. ആ ദേവമംഗലത്തെ ബാലനും അവന്റെ മകൻ ആര്യനും കൂടിയാ. അതായത് അനുശ്രീയുടെ അച്ഛനും ഏട്ടനും ചേർന്ന്. ബാലനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞതിൽ അനാവശ്യം എന്താ? അമ്മയുടെ ഈ മോനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടവനല്ലേ ആ മരുമോൻ. നമ്മുടെ കടയിലെ വെറും എടുത്തുകൊടുപ്പുകാരനായി വന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ പെണ്ണിനെയും കട്ടോണ്ട് പോയി. ഇതൊക്കെ ചെയ്ത ആ നന്ദിയില്ലാത്ത നെറികെട്ടവന് സ്വർണം മോഷ്ടിക്കാനാണോ മടി? ആര്യം മിത്രയെ കടത്തിക്കൊണ്ടു പോയതിന് ആ ബാലൻ തന്നെ ഒത്താശ ചെയ്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വർണവും കൂടി എടുത്തോളണമെന്ന് അവൻ ആര്യനെ കൊണ്ട് മിത്രയോട് പറയിച്ചു. മിത്ര പാവം അതങ്ങ് അനുസരിച്ചു. അങ്കിള് പറഞ്ഞതിനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ അച്ഛനോ ഞങ്ങളുടെ വീട്ടിലെ മറ്റാരെങ്കിലോ അന്യരുടെ 5 പൈസ പോലും മോഷ്ടിക്കില്ല. അതെ, ഇതൊക്കെ അച്ഛനും വലിയച്ഛനും കൂടെ അങ്ങ് തീരുമാനിക്കും. നമ്മളതിൽ ഇടപെടണ്ട. അങ്കിൾ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. അതിന് നിന്നെ അവർക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അപ്പുറത്തോട്ട് ചെന്നെന്നും പറഞ്ഞ് നിന്റെ തലയിൽ കൂടി വെള്ളമെടുത്ത് ഒഴിച്ചേക്കാൻ ഞാൻ അറിഞ്ഞു. മോളെ, വലിയവരുടെ കാര്യങ്ങളിൽ പിള്ളേർ അഭിപ്രായം പറയണ്ട. ഞങ്ങളെ പാതിരാത്രിയിൽ ഇറക്കി വിട്ട ആളാ, എന്തും ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതെങ്ങനെ ഏട്ടന്റെ കയ്യിൽ വന്നു? അത് ഞാൻ പറയാം. ദേവമംഗലത്ത് കാശിനെന്തോ അത്യാവശ്യം വന്നു. മിത്രയുടെ കയ്യിൽ ആഭരണങ്ങളും കൊടുത്ത് പണയം വെക്കാൻ വിട്ടു. എടാ, ഫിനാൻസ് കമ്പനിയിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്ത്രപരമായി ഞാനിതിങ്ങ് കൊണ്ടുവന്നു. പക്ഷേ ഏട്ടാ, ഈ സ്വർണം ദേവമംഗലത്ത് കിട്ടിയിട്ടില്ല. അതെ, അതാ ഞാനും പറഞ്ഞത്. നീ മിണ്ടണ്ട. എടാ, കള്ളനാക്കി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ടും ഇപ്പോഴും നിന്റെ കൂറ് ദേവമംഗലത്താ അല്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ബാലൻ ഒരിക്കലും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ല. നിങ്ങൾ തലയെ കയറ്റി വച്ചോ.
കൃഷ്ണമംഗലത്തെ അസ്ഥിവാരവും കഴുക്കോലും ഒക്കെ അവൻ പൊളിച്ചോണ്ട് പോവും. അപ്പോഴും നിങ്ങൾ പറയാ അവൻ പാവമാണെന്ന്, അല്ലേ? ദേ, എന്നെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമാണ്. ആ അല്ല, ഏട്ടനെവിടെ? ഏട്ടൻ പെട്ടെന്ന് ആരോ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുക. ഓ ശരി, എന്നാ ഏട്ടൻ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. എങ്ങോട്ട് പോകാൻ? ദേവമംഗലത്ത്. അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിക്കണ്ടേ? വേണ്ട അച്യുത, വഴക്കും ബഹളം ഒന്നും വേണ്ട. അതെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണം. ഞാൻ ചോദിക്കാൻ പോവാ. അങ്കിൾ, അങ്കിൾ പ്ലീസ് വേണ്ട. ചോദിക്കണോ അച്ഛാ? അവന്മാരെ എങ്ങനെ വെറുതെ വിട്ടൂടാ? ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്കിൾ വേണ്ട, അങ്കിൾ പ്ലീസ്, വഴക്കൊന്നും വേണ്ട. ഇനി നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇത് മോഷ്ടിച്ചത്? നോക്കച്യുത, അനുശ്രീയൊന്നും പറയരുത്. ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് അവനോടാ. ഞാൻ അവനോട് ചോദിച്ചോളാം. അയ്യോ ദൈവമേ. അമ്മേ. അച്യുത, എടാ നീ ഞാൻ പറയുന്ന അമ്മ മിണ്ടണ്ട. ഇതിനോട് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ അടങ്ങും. ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ അമ്മേ? നമുക്ക് കാര്യം ചോദിക്കാം, പക്ഷെ അതിങ്ങനെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചിട്ട് വേണോ? നാട്ടുകാരെ അറിയട്ടെ. ഇത്രയും നാൾ മറഞ്ഞു കിടന്നത് ഇന്നോടെ വെളിച്ചത്ത് വരട്ടെ. എടാ, എടാ ബാല, ഇറങ്ങി വാടാ. നിന്റെ സകല തരികിടെ ഇന്ന് ഞാൻ പൊളിച്ചടുക്കും. ദാ ബാല, ദാ. അത് അച്യുതേട്ടന്റെ ശബ്ദമാണല്ലോ. അച്യുത ഒന്ന് സമാധാനപ്പെട്. സമാധാനോ? ദാ, ദാ നിന്നെ തന്നെയാണ് വിളിക്കുന്നേ. ഇറങ്ങി വാടാ. ദാ, എവിടെയാടാ? പുറത്തോട്ട് വാടാ. എന്താ എന്തിനാ വീടിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്? ബഹളോ? ബഹളം തുടങ്ങിയിട്ടില്ല ഗോമതി, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എവിടെയാ നിന്റെ ഭർത്താവ്? ബാലേട്ടനോ? അതെ, മഹാനായ നിന്റെ ആ ബാലേട്ടനെ വിളിക്ക്. ബാലേട്ടൻ ഇവിടെ ഇല്ല, കടയിൽ പോയിരിക്ക. ഓഹോ, അവനവന്റെ ഷോപ്പിംഗ് മാളിൽ പോയിരിക്കുക അല്ലേ? സാരമില്ല, അവൻ ഇവിടെ വരട്ടെ. കാര്യം എനിക്ക് അവന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്തിനാ ബാലേട്ടനെ വിളിച്ചു വരുത്തുന്നത്? ആദ്യവും വരട്ടെ, എന്നിട്ട് പറയാം. കാര്യം എന്താണെന്ന് പറഞ്ഞാലേ വിളിക്കുള്ളൂ. കാര്യം എനിക്ക് അവനോടാ പറയാനുള്ളത്, നിന്നോടല്ല. എങ്കിൽ പിന്നെ ഈ മുറ്റത്ത് വന്നൊന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാ? ബാലേട്ടനോടാണെങ്കിൽ കടയിൽ പോയി സംസാരിക്കണം. അവനെ അന്വേഷിച്ചേ ഞാൻ അങ്ങോട്ടും പോവില്ല. അവൻ ഇവിടെ വരണം. മാന്യതയുടെ മുഖം മൂടിയിട്ട് ഇത്രയും നാൾ അവൻ തല ഉയർത്തി പിടിച്ച് നടന്നില്ലേ? ആ മുഖം മൂടി ഇന്ന് അഴിഞ്ഞു വീഴാൻ പോവുക. അതിവിടെ എല്ലാരും കാണും. അച്ചുവേട്ടാ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ആ പെരുങ്കള്ളന് വേണ്ടി നീ എന്തിനാ വാദിക്കുന്നേ? വിളിക്ക്, ആ കള്ളനെ വിളിച്ചു വരുത്ത്. എന്റെ ബാലേട്ടനെ നിങ്ങൾ എന്താ വിളിച്ചത്? കള്ളനെന്നോ? നിങ്ങൾ എന്റെ ഏട്ടനാ, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇന്ന് വെച്ച് എന്റെ ഭർത്താവിനെ കുറിച്ച് എന്റെ മുന്നിൽ വെച്ച് അനാവശ്യം പറയരുത്. നിന്റെ ഒരു ബാലേട്ടൻ. എടി ഗോമതി, നിനക്കിപ്പോഴും അവന്റെ തനി കോണം മനസ്സിലായിട്ടില്ല. വർഷങ്ങളായി കൂടെ ജീവിക്കുന്ന എനിക്കാണോ എന്റെ ബാലേട്ടനെ അറിയാത്തത്? അതാണ് പ്രശ്നം ഗോമതി. നിന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. നീ കണ്ടത് ബാലന്റെ ഒരു മുഖം മാത്രമാ. അവന്റെ യഥാർത്ഥ സ്വഭാവം എനിക്കേ അറിയൂ. നേരായിട്ട് ഞാൻ ക്ഷമിക്കാം. ഇനി ഈ മുറ്റത്തുനിന്ന് എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം വല്ലതും പറഞ്ഞ മിത്രയുടെ കൊച്ചച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. നീ എന്നെ എന്ത് ചെയ്യടാ? തല്ലുവോ? തല്ലടാ. തല്ലടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടാ. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എന്നാ നിന്റെ ക്ഷമ പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. നിന്റെ അച്ഛനുണ്ടല്ലോ, അവൻ മറ്റുള്ളവരുടെ മുതൽ തന്ത്രത്തിൽ കട്ടെടുക്കുന്നവനാടാ. എന്താണ് എന്റെ അച്ഛനെ കുറിച്ച് പറയാ? മാമ മാറി നിൽക്കാനാ ഞാൻ പറഞ്ഞത്. അച്ചോട്ടാ, സംസാരിക്കാനുള്ളത് സംസാരിച്ചോ, പക്ഷെ കയ്യാങ്കളിയൊന്നും വേണ്ട.
നീ എന്തിനാടാ ഇതിനിടെ കയറി വരുന്നത്? നിന്നോട് അവർ ചെയ്താ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല അച്ചോട്ടാ. പിന്നെ എന്തിനാടാ ഇവർക്ക് വേണ്ടി നിൽക്കുന്നത്? നിന്നെ കള്ളനെന്ന് മുദ്രകുത്തി 25,000 രൂപയുടെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരല്ലേ അവര്? ഏട്ടാ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല. പക്ഷെ സത്യം തെളിയുന്നതിന് മുമ്പ് ഞാൻ ആരെയും കുറ്റവാളിയാക്കാനും തയ്യാറല്ല. എന്റെ ധർമ്മ, നീ ഇപ്പോഴും ആവശ്യമില്ലാതെ ഇവരെയൊക്കെ വിശ്വസിക്കുക. സാരമില്ല, നിന്റെ ആ വിശ്വാസം ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അല്ല, ബാലേട്ട് നിങ്ങളോട് എന്തു ചെയ്തു എന്നാ? ബാലം വരട്ടെ, അവന്റെ മുഖത്ത് നോക്കി തന്നെ ഞാനത് പറയാം. ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും എന്റെ ബാലേട്ടനെ ഞാൻ സംശയിക്കില്ല. അത്ര ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ വിളിക്ക്, അവൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അപ്പൊ അറിയാൻ പറ്റും. ശരി, ഞാൻ ബാലേട്ടനെ വിളിക്കാം. വേഗം പോയി വിളിക്കടി. ആ നന്ദിതേ, എന്തിനാ ഞാൻ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുന്നെന്ന് മോൾക്ക് അറിയണോ? ഇതൊന്ന് നോക്ക്. ഇത് മുമ്പ് കണ്ടിട്ടില്ലേ? അച്യുതാ, മുറ്റത്ത് വന്നു തോന്നിയാസം പറയരുത്. നിനക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് പറ. ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. സ്വർണം തിരിച്ചു കിട്ടുന്ന അന്ന് അത് നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിയും.